നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ച്, എല്ലാ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ യൂട്യൂബിൽ ഒരു 3-4 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. എല്ലാ അപ്ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ വന്ന ചേഞ്ചിനെ കുറിച്ച്. 4000 അവേഴ്സിന്റെ വാച്ച് ടൈം വേണ്ടിയിട്ടെന്തിനും ലാസ്റ്റ് 365 ഡേയ്സിൽ നമ്മൾ 8000 മണിക്കൂറിന്റെ വാച്ച് ടൈം ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഷോർട്ട് സെക്ഷനിലും ഇതേപോലെ തന്നെ എലിജിബിലിറ്റിയിൽ മാറ്റം വന്നു. 10 മില്യൺ വ്യൂസ് വേണ്ടിയിടത്തിന് 20 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് 90 ഡേയ്സിൽ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 2 ക്രൈറ്റീരിയയിലും വന്ന മാറ്റം കാരണം മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറും. കാരണം ഈ 4000 അവേഴ്സിന്റെ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അതിന്റെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം ഓരോ ദിവസവും നമ്മൾ കിട്ടുന്ന ഓരോ മണിക്കൂർ വാച്ച് ടൈം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ 4000 മണിക്കൂർ ആക്കുന്നത്. ഈ ലാസ്റ്റ് 365 ഡേയ്സ് എന്ന് പറയുമ്പം ആദ്യത്തെ ദിവസം കിട്ടിയത് ആ വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ബാക്ക് ഡേറ്റിൽ വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ 4000 അവേഴ്സ് തന്നെ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അവിടേക്കാണ് യൂട്യൂബ് ഇപ്പം 8000 മണിക്കൂറിന്റെ വാച്ച് ടൈം വേണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം മുമ്പോട്ട് ഈ ഒരു ക്രൈറ്റീരിയ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. യൂട്യൂബ് ഈ ലോങ് വീഡിയോസിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലോങ് വീഡിയോസ് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് ഈ 4000 മണിക്കൂർ അല്ലെങ്കിൽ 8000 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഷോർട്ട് വീഡിയോസ് കൂടെ യൂട്യൂബിൽ വന്നതിന് ശേഷം ലോങ് വീഡിയോയുടെ കാര്യം ഭയങ്കര ശോകമാണ്. ലോങ് വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂ കുറവാണ്. മിക്ക ക്രിയേറ്റേഴ്സിനും, നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സിനാണെങ്കിൽ പോലും ലോങ് വീഡിയോസിൽ വ്യൂ കുറവാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മുമ്പോട്ടുള്ള സമയത്ത് സോൾവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് യൂട്യൂബ് ലോങ് വീഡിയോസിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ 8000 അവേഴ്സിന്റെ വാച്ച് ടൈം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്കറിയത്തില്ല. യൂട്യൂബ് ഈ കൊണ്ടുവരുന്ന അപ്ഡേറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പം മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബ് ഷോർട്സ് വീഡിയോസിനേക്കാളും കുറച്ചുകൂടി മുമ്പത്തെ പോലെ ലോങ് വീഡിയോസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് കാണാനേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പം ആദ്യത്തെ മെയിൻ അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോസ് നമ്മൾ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പൈസ കിട്ടും. ഷോർട്ട് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന വ്യൂവിന് നമുക്ക് ഏണിങ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ 2027 ഫെബ്രുവരി 1 മുതൽ ഷോർട്ട് വീഡിയോസ് മോണിറ്റൈസ് ആയാലും ഏണിങ്സ് കിട്ടണമെന്നില്ല. അവിടെ ഒരു കണ്ടീഷൻ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ 10 മില്യൺ വ്യൂസ് എടുത്ത് മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും എത്ര വ്യൂ വന്നെന്ന് പറഞ്ഞാൽ ആ വ്യൂവിന്റെ പൈസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത വർഷം മുതൽ 6 മാസത്തിന് ശേഷം അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ ഓരോ 90 ഡേയ്സിലും 10 മില്യൺ വ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 10 മില്യൺ വ്യൂസ് ഓരോ ലാസ്റ്റ് 90 ഡേയ്സിലും നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോസിൽ നിന്നുള്ള മോണിറ്റൈസേഷൻ എലിജിബിൾ ആകത്തുള്ളൂ. 20 മില്യൺ വ്യൂ ഉണ്ടാക്കി നമ്മൾ ഷോർട്ട് വീഡിയോ വെച്ചോ അല്ലെങ്കിൽ ലോങ് വീഡിയോ വെച്ചോ എങ്ങനെയോ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തു. ഇനി മോണിറ്റൈസേഷൻ ശേഷം എല്ലാ 90 ഡേയ്സിലും ലാസ്റ്റ് 90 ഡേയ്സിലും നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോയിൽ ഈ പറയുന്ന 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ആ 10 മില്യൺ വ്യൂസ് നമുക്ക് ഇങ്ങനെ എല്ലാ 90 ഡേയ്സിലും കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ നമ്മൾ വീഡിയോ ഇടായിരുന്നു. ഈ ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മാസത്തെ ഏണിങ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതൊരു പുതിയ ക്രൈറ്റീരിയ ആണ്, പുതിയൊരു റൂൾ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം മുമ്പോട്ടുള്ള സമയത്ത് ഷോർട്ട് വീഡിയോസിൽ നിന്നാണെങ്കിലും നല്ല രീതിയിൽ റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ ആ ഒരു റീച്ച് നമുക്ക് നിലനിർത്താൻ പറ്റിയെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു റൂൾ ഇവിടെ അപ്ലൈ ആവുന്നത് ഷോർട്ട് വീഡിയോസിൽ മാത്രമായിരിക്കും, ലോങ് വീഡിയോസിലല്ല. ലോങ് വീഡിയോസ് ഒരു പ്രാവശ്യം മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്സിൽ നിന്നുള്ള ഏണിങ്സ് നമുക്ക് വ്യൂ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ലോങ് വീഡിയോസിൽ നിന്ന് കിട്ടും. ബട്ട് ഇത് ഷോർട്ട് വീഡിയോസിന് വേണ്ടി മാത്രമുള്ള ഒരു റൂളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പലരും ചോദിച്ച കാര്യമാണ്, ഹാഫ് മോണിറ്റൈസേഷനിൽ ഈ പുതിയ ക്രൈറ്റീരിയ ബാധകമാണോ? ഹാഫ് മോണിറ്റൈസേഷനിൽ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഇല്ല. അതായത് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് 3000 അവേഴ്സിന്റെ വാച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാം. അതേപോലെ ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ ആണെന്നുണ്ടെങ്കിൽ 3 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഹാഫ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും യൂട്യൂബ് കൊണ്ടുവന്നിട്ടില്ല. അത് തന്നെ വലിയ കാര്യം, അവിടെയെങ്കിലും ഒന്നും ചെയ്യാതിരുന്നല്ലോ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ പ്രോഗ്രാം യൂട്യൂബ് ലോഞ്ച് ചെയ്യുകയാണ്. ഒന്നാമത്തേത് ബോണസ് പ്രോഗ്രാം ആണ്. നേരത്തെയൊക്കെ ബോണസ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് കൂടുതലും ഷോപ്പിംഗുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു നമുക്ക് നേരത്തെ തന്നിട്ടുള്ള
ബോണസ് പ്രോഗ്രാം. ഒരു ടാസ്ക് വരുന്നു, ആ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ബോണസ് കിട്ടും. അത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ബോണസ് പ്രോഗ്രാം ഇനിയും മുമ്പോട്ടുള്ള സമയത്ത് കൂടുതൽ യൂട്യൂബ് കൊണ്ടുവരാൻ പോവുകയാണ്. അത് ഷോർട്ട് വീഡിയോസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ബോണസ് പ്രോഗ്രാം ഒക്കെ ചിലപ്പോൾ കൂടുതലും റൺ ആകുക. അത് ഷോപ്പിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് ഷോപ്പിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പിങ്ങിന്റെ ഏണിങ്സും അതേപോലെ ബോണസും ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ പിന്നെ ബ്രാൻഡ് ഡീൽ ഇൻസെന്റീവ്, അതായത് ബ്രാൻഡ് ഡീൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇൻസെന്റീവ്സ് കിട്ടും എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോകളുടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ട്രെൻഡ്സും ഗ്രോത്തും റിലേറ്റഡ് ആയിട്ടുള്ള ഏണിങ്സ് കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയും ഒരു ഏണിങ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് യൂട്യൂബ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്ത അപ്ഡേറ്റിൽ ഈ പ്രീമിയം ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം യൂട്യൂബിനുണ്ട്. അതായത് യൂട്യൂബിന്റെ പ്രീമിയം പിന്നെ പ്രീമിയം ലൈറ്റ്. അപ്പോൾ ഈ പ്രീമിയം ലൈറ്റ് എല്ലാ കൺട്രീസിലും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ യൂട്യൂബ് ഈ പ്രീമിയം ലൈറ്റ് എല്ലാ കൺട്രീസിലോട്ടും അവൈലബിൾ ആക്കാൻ പോവുകയാണ്. ഇതിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ലൈറ്റ് എടുക്കുന്നവർക്ക് അഡ്വർടൈസ്മെന്റ് കാണത്തില്ല ഓഡിയൻസിന്. അതേപോലെ തന്നെ അതിൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഈ പ്രീമിയം ലൈറ്റിലുണ്ട്. അപ്പം ഈ പ്രീമിയം ലൈറ്റ് എല്ലാ കൺട്രീസിലും അതായത് അവൈലബിൾ ആക്കാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ ക്രിയേറ്റേഴ്സിന് ഇവിടെ ഒരു പ്രയോജനം വരുന്നത് പ്രീമിയം ലൈറ്റ്സിന്റെ റവന്യൂ ഷെയറിങ്ങും ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ വീഡിയോ ഒരു പ്രീമിയം ലൈറ്റ് എടുത്ത ഒരാൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു റവന്യൂ ഷെയർ നമുക്ക് കിട്ടും. പക്ഷെ അത് വലിയ എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒന്നും ഒരിക്കലും പ്രീമിയം അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയില്ല. എന്നാലും യൂട്യൂബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രീമിയം ലൈറ്റിന്റെ റവന്യൂ ഷെയറും ഇപ്പം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അടുത്തൊരു അപ്ഡേറ്റിലൂടെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് ടാർഗറ്റഡ് ആഡ്സ് മോഡ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് ഇത് ഷോർട്ട് വീഡിയോസിലാണ്. ബ്രാൻഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ 3, 4, 5 മാക്സിമം 5 ചാനലുകൾ വരെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ചാനലുകളിൽ മാത്രമായിട്ട് അവരുടെ അഡ്വർടൈസ്മെന്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ചാനലിൽ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പം അതിന്റെ ഒരു റവന്യൂ നമുക്ക് ഡയറക്റ്റ് ക്രിയേറ്റേഴ്സിന് കിട്ടും. ഇപ്പം എൻ്റെ ഒരു ചാനലിൽ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുകയാണ്, ഈ ചാനലിൽ എൻ്റെ ചാനലിൽ അവരുടെ അഡ്വർടൈസ്മെന്റുകൾ കാണിക്കണമെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റവന്യൂ ഷെയർ എനിക്ക് കിട്ടും. മനസ്സിലായി? അപ്പോൾ അത് ടാർഗറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല. ആ ബ്രാൻഡ് എത്ര രൂപ മുടക്കി ഏതൊക്കെ ചാനലിൽ ടാർഗറ്റ് ചെയ്യുന്നു ആ ചാനലിന് അതിന്റെ റവന്യൂ കിട്ടും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്, നല്ല അപ്ഡേറ്റ് ആണ്. റാൻഡമായിട്ട് കുറേയധികം ആളുകളെ ബ്രാൻഡുകൾ അവരുടെ പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് ചാനലുകളാണെങ്കിൽ അവിടേക്ക് സെലക്ട് ചെയ്യും. അതിൽ നിന്ന് അവർക്ക് ഡയറക്റ്റ് ഏണിങ്സ് ലഭിക്കുകയും ചെയ്യും. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ യൂട്യൂബ് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് യൂട്യൂബിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തോളുക. അതായത് ജനുവരി 31, 2027 മുമ്പ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ 8000 അവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. 4000 അവേഴ്സ് തന്നെ നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങൾ കണ്ടന്റുകൾ നല്ലത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. യൂട്യൂബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന പലരും കാണുമല്ലോ. എല്ലാവർക്കും താല്പര്യം കാണും യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം മോണിറ്റൈസേഷനിൽ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം വലിയ ബുദ്ധിമുട്ടാവും. കുറേ സമയം എടുക്കും മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മാക്സിമം ഈ ഉള്ള സമയത്ത് തന്നെ ചാനൽ തുടങ്ങാനും അത് മോണിറ്റൈസ് ആക്കി എടുക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ എത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.